ഒരു മനുഷ്യൻ സന്തോഷമായി ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഫസ്റ്റ് ഈസ് ആസ് ഐ മെൻഷൻഡ് ആക്സെപ്റ്റ് വാട്ട് യു ആർ, ആക്സെപ്റ്റ് അതേഴ്സ്. ഇപ്പം പല മെൻ്റൽ ഡിസോർഡർ എസ്പെഷ്യലി ഡിപ്രഷനൊക്കെ ഉള്ള വ്യക്തികൾ ദേ ഹാവ് എൻ ഇഷ്യൂ വിത്ത് ദംസെൽഫ്, ദേ ഹാവ് എൻ ഇഷ്യൂ വിത്ത് അതേഴ്സ്, ദേ ഹാവ് എൻ ഇഷ്യൂ വിത്ത് ദ ഫ്യൂച്ചർ. മനുഷ്യരുടെ വ്യാകുലതകളെല്ലാം അവിടെ തന്നെയാണ്. എന്നെക്കുറിച്ച് എനിക്കൊരു ഡിസ്റ്റോർട്ടഡ് ഇമേജാണ്, മറ്റുള്ളവരെക്കുറിച്ച് എനിക്കൊരു ഡിസ്റ്റോർട്ടഡ് ഇമേജാണ്, ഭാവിയെക്കുറിച്ച് വ്യാകുലതയാണ്. സോ മനുഷ്യരുടെ ഒട്ടുമിക്ക പ്രോബ്ലംസ് അവിടെ കിടക്കുന്നു. സോ ഇഫ് ഐ ഹാവ് ടു ബി ഹാപ്പി, ഞാൻ പറഞ്ഞതുപോലെയാണ് അലോ ലൈഫ് ടു ഫ്ലോ ത്രൂ. ഇപ്പോൾ ഹീലിംഗ് എന്ന പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ പൊതുവേ നമ്മളൊക്കെ തിങ്ക് ചെയ്യുന്നത് ഹീലിംഗ് എന്ന് വെച്ചാൽ ഒരു ഉടഞ്ഞു പോയ ഒരു ഗ്ലാസ്സിനെ തിരിച്ചൊട്ടിക്കുക എന്നുള്ളത്. ഹീലിംഗ് ഈസ് സ്റ്റിക്കിംഗ് ടുഗദർ ഷാറ്റേഡ് ഗ്ലാസ്. പക്ഷേ ഹീലിംഗ് അങ്ങനെയല്ല. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹീൽ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വേർഡാണ്, ഹീലിയോസ്. ഹീലിയോസ് എന്ന് പറഞ്ഞാൽ കം ബാക്ക് ടു ദ ഹോൾ. ഇപ്പം മുറിഞ്ഞു പോയ ഭാഗങ്ങൾ തിരിച്ച് വി ആർ ബ്രിങ്ങിങ് ഇറ്റ് ബാക്ക് ആസ് എ ഹോൾ. അതായത് ഹീലിംഗ് എന്ന പ്രോസസ്സ് നമ്മൾ നോക്കിയാൽ, ഇപ്പോൾ നമ്മളൊരു ആപ്പിൾ എടുത്താൽ ആപ്പിൾ കടിച്ചു, സോ വി ആർ റിസ്റ്റോറിങ് ഇറ്റ് ബാക്ക് ടു ദ സെയിം ആപ്പിൾ. മനസ്സിലായി? അപ്പം നമ്മളതിനെ ആ ഒരു പൂർണ്ണ ആപ്പിൾ എന്നൊരു അല്ലെങ്കിൽ പൂർണ്ണ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഹീലിംഗ് എന്ന് പറയുന്നത്. മനുഷ്യരെ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹീലിങ്ങിലൂടെ ആ വ്യക്തിയുടെ ഒത്തൻറ്റിക് സെൽഫിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. നമുക്കെല്ലാവർക്കും ഒരു ഒത്തൻറ്റിക് സെൽഫുണ്ട്. നമ്മൾ ജീവിക്കുന്നു, നമുക്ക് മനസ്സിലൊരു പെർഫെക്റ്റ് ഹ്യൂമൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റുണ്ട്. അതായത് ഞാൻ എന്ന വ്യക്തിയുടെ ഏറ്റവും ഐഡിയലൈസ്ഡ് ഏറ്റവും പെർഫെക്റ്റ് വെർഷൻ ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ എൻ്റെ ലൈഫിലൂടെ ഞാൻ ആ വ്യക്തിയിലേക്കാകാൻ എപ്പോഴും ശ്രമിക്കുന്നത്. നമ്മളൊരു കാര്യം ചിന്തിക്കണം, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാരും ശ്രമിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പം നാർസിസ്റ്റോ ബോർഡർ ലൈനോ OCD എന്തും ഏതൊരു ഡിസോർഡർ എടുത്താലും അവരെപ്പോഴും ദേ ആർ ട്രൈയിങ് ടു കം ബാക്ക് ടു ദ നോർമൽ. പക്ഷേ അവരുടെ ആ ട്രൈയിങ് പ്രോസസ്സ് നമുക്ക് ഡിസ്റ്റോർഡായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ബോർഡർ ലൈനുള്ള വ്യക്തി അവരുടെ ഈ വെൻഡിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിവിയറാണ്. അവരെന്തിനാണ് വെൻഡ് ഔട്ട് ചെയ്യുന്നത്? ബിക്കോസ് ദേ വാണ്ട് ടു ഫീൽ നോർമൽ. നാർസിസ്റ്റുകൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ അവരെ ആരാധിക്കണം എന്ന് ചിന്തിക്കുന്നത്? ബിക്കോസ് ദേ വാണ്ട് ടു ഫീൽ നോർമൽ. എവറി മെൻ്റൽ ഡിസോർഡർ people who have it think that I want to come back to normal. അപ്പം മനുഷ്യരെപ്പോഴും ശ്രമിക്കുന്നത് ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള എൻ്റെ സെൽഫിലേക്കുള്ള എൻ്റെ പ്രയാണമാണ്. അപ്പം ഹീലിംഗ് പ്രോസസ്സ് എന്നെ സ്പീഡപ്പ് ചെയ്യും.